തൃശൂരിലെ ക്യാമ്പസുകളിൽ SFI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആക്രമണം. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലും MTI പോളിടെക്നിക് കോളേജിലും KSU പ്രവർത്തകർക്ക് മർദ്ദനമേറ്റു. അലോഷ്യസ് കോളേജിലും SN നാട്ടികയിലും കൊടിമരങ്ങൾ തകർത്തു. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ യൂണിറ്റ് അംഗം ആരോണിനാണ് മർദ്ദനമേറ്റത്. MTI പോളിടെക്നിക്കിലെ 3ാം വർഷ വിദ്യാർത്ഥി അശ്വിനാണ് മർദ്ദനമേറ്റത്. KSUവിന്റെ തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് ആറ്റൂരിന് മർദ്ദനമേറ്റു. കിള്ളിമംഗലം ആർട്സ് കോളേജിന് മുന്നിൽ വെച്ചാണ് മർദ്ദനമേറ്റത്. അഖിൽ വിശദാംശങ്ങൾ നൽകും. അഖിൽ, സീസോൺ കലോത്സവത്തിനിടെ ഉണ്ടായ സംഘർഷത്തിന് പിന്നാലെ വലിയ തോതിലുള്ള ആക്രമണം മറ്റു കോളേജുകളിലൊക്കെയായി നടക്കുന്നു. ഇതുവരെ ഏതൊക്കെ കോളേജുകളിൽ ഏതെല്ലാം തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി? തൃശ്ശൂരിലെ 4ഓളം കോളേജുകളിലാണ് ഇതുവരെ ആക്രമണം ഉണ്ടായിരുന്നത്. അതിൽ 2 വിദ്യാർത്ഥി പ്രവർത്തകർക്ക് SFI പുറത്തു നിന്നും മർദ്ദനമേക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. MTI പോളിടെക്നിക്കിലാണ് ഒരു വിദ്യാർത്ഥിയെ സംഘം ചേർന്ന് SFI ഭാഗമായി സമർപ്പിച്ചതുമായി ഇന്നലെയാണ് ഈ ആരോണിനെ ബലത്തിൽ സഞ്ചരിച്ചവരിൽ ആരോണും ഉൾപ്പെടുന്നുണ്ട്. ഈ ക്രൈസ്റ്റ് കോളേജിലെ വിദ്യാർത്ഥി യൂണിറ്റ് അംഗമാണ്. ഈ ആരോൺ പേജ്, അതായത് എവിടെയുള്ള ഈ ഗസ്റ്റായി താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നതിനിടയിലാണ് SFI പ്രവർത്തകർ സംഘം ചേർന്നെത്തി വളഞ്ഞിട്ട് ഈ ആരോണിനെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഒന്നിലധികം കോളേജുകളിൽ, അതായത് SN കോളേജിലും അതുപോലെ തന്നെ SN നാട്ടിക കോളേജിലും അതുപോലെ തന്നെ മറ്റ് 1-2 കോളേജിൽ അലോഷ്യസ് കോളേജിലും ഒക്കെ തന്നെ ഈ KSUവിന്റെ കൊടികളും ഒക്കെ തന്നെ വലിയ തോതിൽ ഈ SFI പ്രവർത്തകർ നശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ കോളേജിന് പുറത്തു വെച്ച് ഒരു KSU പ്രവർത്തകരെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നത്. ഈ മർദ്ദനമേറ്റത് KSUവിന്റെ തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഗണേഷ് ആറ്റൂരിനാണ്. കിള്ളിമംഗലം ആർട്സ് കോളേജിന് മുൻപിൽ വെച്ച്, അതായത് ഇയാൾ വർക്ക് ചെയ്യുന്ന ഈ ബാങ്കിന് മുൻപിൽ താഴേക്ക് ഭക്ഷണിക്കാൻ ഇറക്കിയ സമയത്താണ് ഒരു സംഘം SFI പ്രവർത്തകരെത്തി മർദ്ദിച്ചെന്നാണ് പരാതി. ഇയാൾക്ക് തലക്ക് നേരത്തെ തന്നെ ഈ ന്യൂറോ സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ